എൻ്റെ പേര് റോസമ്മ. ഞാൻ കോട്ടയം ജില്ല നീഴൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജനുവരി 16 ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ സ്ഥിരം വന്ന് അമ്മയുടെ പേപ്പർ മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും വിതരണം ചെയ്യും. പിന്നെ എന്നെ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് എല്ലാവർക്കും സഹായം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കും. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ തന്നെ ഞാൻ 9 തവണ വന്ന് മുടങ്ങാതെ പുതുക്കുകയും ചെയ്യും. എല്ലാ മാസം വന്ന് പേപ്പറും വാങ്ങും. എന്നെ പറ്റുന്ന സഹായം എല്ലാവർക്കും ചെയ്യും. ഞാൻ ഒരു ഹിന്ദുവാണ് എങ്കിൽ തന്നെ ഞാൻ കൊന്ത ദിവസവും ചെല്ലും. എൻ്റെ മക്കളെ ഞാൻ കൊന്തയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ദിവസവും ചെല്ലും. എൻ്റെ മകൾ പുറത്ത് പോകുന്നത് എൻ്റെ ബാക്കി എൻ്റെ മോള് പറയും. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു UK ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ പേര് ബീന മോൾ. ഞാനിപ്പോൾ UK വർക്ക് ചെയ്യുവാണ്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു ആദ്യമായിട്ട് UK പോകുന്നത്. പോയ സമയത്ത് എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 2025 ഏപ്രിൽ എൻ്റെ വിസ കാലാവധി തീരുമായിരുന്നു. അപ്പം ഞാനൊരു സെപ്റ്റംബർ മുതൽ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ പല ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. പല ജോലി സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പക്ഷേ എനിക്കൊരു വിസ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടി. എനിക്കിനി ആകെ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ പുതിയൊരു വിസ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഏജൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ഞാൻ അമ്മയുടെ തൈലം പുരട്ടി എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജോലി കിട്ടും എന്നുള്ള അവസാന സ്റ്റേജ് വരെ എത്തി. പക്ഷേ ജനുവരി അവസാനത്തോടു കൂടി അറിയുന്നു ആ ജോലി മറ്റൊരാൾക്ക് ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വേക്കൻസി ഇല്ല എന്ന്. പിന്നെ എനിക്കൊരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിസ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിസ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫെബ്രുവരി 4 കൂടി തന്നെ കൺട്രി എക്സിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ വീണ്ടും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നത് കൃപാസനത്തിലെ ഓൺലൈൻ പ്രയറിന് റിക്വസ്റ്റ് ചെയ്യാൻ. ഞാനാണെങ്കിൽ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ജപമാല ചൊല്ലി മാതാവിനെ കാഴ്ചവെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുക, നീ എന്നും തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നന്നാക്കി തരും എന്ന് എൻ്റെ അമ്മ എനിക്ക് വിശ്വാസം തന്നു. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ജോലി സമയത്തിനിടയ്ക്കും ഞാൻ കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തി. അങ്ങനെ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി 2 ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടി. ഒന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും പിന്നെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനുമായിരുന്നു എനിക്കൊരു ഏജൻറ്റിൻ്റെ നമ്പർ തന്നത്. അപ്പം ആരെ വിശ്വസിക്കരുതെന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ക്ലോസ് സുഹൃത്ത് തന്നൊരു ഏജൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. 7 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ വിസ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ വിശ്വാസത്തോട് തന്നെ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് എനിക്കിനി 2 ആഴ്ചയും കൂടിയുള്ളൂ എൻ്റെ വിസ തീരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വിസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിസ തീരുന്നതിന് 2 ദിവസം മുമ്പേ അവർ പറയുന്നത് ഒരു ട്രെയിനിങ്ങും കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇൻ കേസ് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോരേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുക എന്നുള്ളത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വിസ വേണ്ട, എനിക്ക് റീഫണ്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു റീഫണ്ടിന് വേണ്ടിയിട്ട് 3 മാസം പിടിക്കും. എൻ്റെ കയ്യിലുള്ള 5 ലക്ഷം രൂപ ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് വേറൊരു വിസ എടുക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം കൊണ്ട് എന്താണേലും വിസ കിട്ടത്തില്ല, നീ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നീ നിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഫീ വേവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു 15 ദിവസം കൊണ്ട് തന്നെ എന്താണെങ്കിലും അത് റിജക്ഷൻ ആകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നോർമലി 15 ദിവസം കൊണ്ട് അതിന് ഡിസിഷനും വരുന്നതാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കത് 1 മാസത്തേക്ക് നീട്ടിക്കിട്ടുകയും ഏപ്രിൽ 4 എൻ്റെ വിസ റിജക്റ്റായി. പിന്നെ എനിക്ക് 10 ദിവസമേ ഉള്ളൂ കൺട്രി ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 5 എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നീ ആണെങ്കിൽ വിസയുടെ ബാക്കി ആപ്ലിക്കേഷൻ ചെയ്തു, ഞാനാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കാണ്ട് എനിക്ക് വിസയുടെ ആപ്ലിക്കേഷൻ വെച്ച് തന്നു.
എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 3 മാസം കൊണ്ട് പൈസ തന്നു തീർത്താൽ മതിയെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കങ്ങനെ അവിടെ നിന്ന് പോകുമെന്ന് പോലും അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇപ്പം നിൽക്കുന്നത്. ഇപ്പം എനിക്ക് അവിടെ 5 വർഷത്തെ വിസ കിട്ടി. നല്ലൊരു പൊസിഷനിൽ എനിക്ക് അവിടെ ജോലിയുമായി. ഞാൻ തിരിച്ചിപ്പോൾ നാട്ടിൽ ലീവിന് വന്നേക്കുവാണ്. ഈ ലീവിന് വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടായതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കരുണയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എല്ലാം സാധിച്ചു തരുമെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ജോലി കിട്ടാറുണ്ട്, പിള്ളേർക്കും പ്രാർത്ഥിക്കാറുണ്ട്, അസുഖങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ജാതിപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട്. ഒത്തിരി നന്ദി. എന്തേരം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയോട്. അതുപോലെ ഒത്തിരി നന്ദി അമ്മയോട്. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. റസ്മ സുരേഷ് എന്ന ഈ സഹോദരിയും മകളും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതം തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് ഉടമ്പടിയിലൊരു പ്രത്യേകത നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഉടമ്പടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരവർ തന്നെ എടുക്കുന്ന വിധത്തിൽ മക്കളെ ആ ഉടമ്പടി കൈമാറ്റത്തിന് നമ്മൾ പ്രാപ്തരാക്കണം. നമ്മൾ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തുകൊണ്ട് 25, 30, 40 വയസ്സുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ല രീതി. അവർക്ക് അമ്മയെ പരിചയപ്പെടുത്തുക, അവർ ദൂരദേശങ്ങളിലാണെങ്കിൽ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് മക്കളെ നയിക്കുക. അമ്മ മാതാവിൽ ശരണപ്പെട്ട് നമ്മൾ എത്ര കണ്ട് ഉടമ്പടി എടുത്തവർ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ക്രമപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെ ആരുടെ നിയോഗങ്ങളാണോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തികൾ ജീവിതം വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വഴിയിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മൾ മരിയൻ പ്രേക്ഷിതരായിത്തീരുന്നത്. നാം ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നാം ശ്രദ്ധിക്കണം, മരിയൻ പ്രേക്ഷിതത്വം എന്നത് ഒന്നുണ്ട്. മരിയൻ പ്രേക്ഷിതരായി നാം മാറുന്നുണ്ടോ? നമ്മൾ 18 പേപ്പർ അത് എല്ലായിടത്തും കൊണ്ടേ കൊടുക്കുമ്പോൾ പ്രേക്ഷിത പ്രവൃത്തി ചെയ്തു എന്ന് പറയുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ അതിലും ശ്രേഷ്ഠമാണ് 1 മാസം നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് അമ്മ മാതാവിനെ അറിയിക്കുകയും അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി കൊടുക്കുകയും ആ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അവർക്ക് ദൂരദേശങ്ങളിലാണെങ്കിൽ ഓൺലൈനിലൂടെ എത്തിച്ചേരുവാൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ അമ്മയുടെ അരികിൽ വന്ന് ജീവിതം സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് ജീവിക്കുവാനായിട്ട് സഹായിക്കുക എന്നുള്ളത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ പലപ്പോഴും മക്കൾക്ക് വേണ്ടി ഉടമ്പടി നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്നവരാണ്. മക്കൾക്ക് ഒരുപക്ഷെ അതിനോട് താല്പര്യമോ അല്ലെങ്കിൽ അത് അറിയുക പോലുമോ ഉണ്ടാവാറില്ല. ഒരു കാര്യം നടന്നു കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ നിർബന്ധിച്ച് മക്കളെ കൊണ്ടുവന്ന് അവരെ ചേർത്ത് നിർത്തി സാക്ഷ്യം പറയുന്നത്. നമുക്ക് മരിയൻ പ്രേക്ഷിതത്വം പ്രധാനപ്പെട്ടതാണ്. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നൊരു ജീവിതമാണ്. അത് സുവിശേഷം കൈമാറുന്ന ജീവിതമാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും ജീവിതം വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർക്കുള്ള ഉത്തരവാദിത്തം അവർ വിശ്വാസത്തിൽ ആഴപ്പെടുന്നു, മറ്റുള്ളവരെ വിശ്വാസം അറിയിക്കുന്നു, മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറുവാൻ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ പ്രേക്ഷിതരായി ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രധാന തലം ചെറുപ്പക്കാരായ നമ്മൾ വ്യക്തികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി നിയോഗം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ആ എഴുതി പ്രാർത്ഥിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളെ അമ്മയുടെ അരികിലേക്ക് അമ്മയുടെ സംരക്ഷണയിലേക്ക് ചേർത്ത് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു പ്രശ്നം പരിഹരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ തീരുന്നില്ല.
അടുത്ത പ്രശ്നം വരുമ്പോൾ എവിടെ ആശ്രയിക്കും, എങ്ങനെ ജീവിക്കും? ഒരനുഭവം കിട്ടിയത് കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ സഹായിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ കുറേ കൂടി അവരുടെ ജീവിത വിഷയങ്ങൾ അത് ദൈവ കേന്ദ്രീകൃതമാകും. ലോകത്തിൻ്റെ രീതികളിൽ നിന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതവും ആത്മാവും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവരോരോരുത്തരും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുത്തവർ അമ്മ മാതാവിൻ്റെ പ്രേക്ഷിതരായി ഉടമ്പടിയിൽ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ ചേർത്ത് പിടിച്ച് അമ്മയുടെ സംരക്ഷണയിൽ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ അമ്മയ്ക്കും മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾക്കും ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.